പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൂടി കളങ്കപ്പെടും എന്നൊരു അവസ്ഥ വന്നപ്പോൾ രാജയെ ഒറ്റപ്പെടുത്തി ഒഴിവാക്കി എന്നതല്ലേ മറ്റൊരു സത്യം? അതല്ല, അത് നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് വളരെ സമുന്നതമായൊരു പദവിയാണ്. പ്രധാനമന്ത്രിക്കെതിരെ എന്ത് ആരോപണവും ആരും ഉന്നയിക്കുന്ന അവസരത്തിൽ അതിൻ്റെ യഥാർത്ഥത്തിലേക്ക് നമ്മളൊന്ന് വിരൽ ചൂണ്ടണം. പ്രധാനമന്ത്രി ശ്രീ രാജയ്ക്ക് കത്തയക്കുന്നു, നിങ്ങൾ നിഷ്പക്ഷമായും സുതാര്യമായും കാര്യങ്ങൾ നിർവഹിക്കണം എന്ന് പറഞ്ഞ്. നിഷ്പക്ഷമായും സ്വകാര്യമായും മുൻ ഗവൺമെൻറ്റുകൾ അനുവർത്തിച്ച നയങ്ങൾ അനുസരിച്ച് മാത്രമേ ഞാൻ കാര്യങ്ങൾ നിർവഹിക്കൂ എന്ന് പ്രധാനമന്ത്രിക്ക് രാജ മറുപടി കൊടുക്കുന്നു. രാജയും പ്രധാനമന്ത്രിയുമായി നടത്തിയ എല്ലാ കത്തിടപാടുകളുടെയും കോപ്പി എല്ലാ മെമ്പർമാരുടെയും കയ്യിലുണ്ട്. പക്ഷേ പ്രധാനമന്ത്രിക്ക് കൊടുത്ത ആ ഉറപ്പിനെ ലംഘിച്ചുകൊണ്ട് കട്ട് ഓഫ് ഡേറ്റ് മാറ്റുകയും അതുപോലെ തന്നെ ഈ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് പറയുന്ന തുടർന്നിരുന്ന പോളിസിയിൽ മാറ്റം വരുത്തുകയും ചെയ്യാൻ രാജ സ്വന്തം കൈപ്പടയിൽ ഫയലിൽ എഴുതി വെച്ചത് ഞങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുക? പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ദൗത്യം നിർവഹിച്ചോ? പ്രധാനമന്ത്രി ഒരു കോഷൻ രാജയ്ക്ക് കൊടുത്തിരുന്നു. ആ മുന്നറിയിപ്പ് കൊടുത്തതിന് രാജ കൊടുത്ത മറുപടിയിൽ രാജ പ്രധാനമന്ത്രി കൊടുത്ത വാക്ക് രാജ പാലിച്ചോ? പാലിച്ചിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ മുൻപിൽ വരുമ്പോൾ രാജയെ കുറ്റക്കാരനായി ഞങ്ങൾ കാണാതിരിക്കാനാവില്ലല്ലോ.